ഞാൻ എപ്പോഴും ഒരു രാഗത്തിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് ഒരു സാധാരണ ജ്ഞാനികളായിട്ടുള്ള ആൾക്കാർ രാഗത്തിനെ എപ്പോഴും ഐഡന്റിഫൈ ചെയ്യുന്നതെന്ന് പറയുന്നത് ആ രാഗത്തിൻ്റെ സ്വരാസ്, അതിൻ്റെ ആ ഒരു ഫ്രേസസ്, സ്വരാസൊക്കെ വെച്ചിട്ടാണ് ജ്ഞാനികളായിട്ടുള്ള ആൾക്കാർ രാഗം ഐഡന്റിഫൈ ചെയ്യുന്നത്. പക്ഷെ എന്നെപ്പോലെയുള്ളൊരു ബിഗിനേഴ്സ് അല്ലെങ്കിൽ സ്റ്റുഡൻസ്, തുടക്കക്കാരായിട്ടുള്ളവർ അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള മനുഷ്യർ, എനിക്ക് തോന്നുന്നു പലരും എൻ്റെ കൊളീഗ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഫീൽ വെച്ചിട്ട്, പക്ഷെ അത് ഇച്ചിരി ഒരു റിസ്കി ആൻഡ് കോംപ്ലിക്കേറ്റഡ് ആണ്. യെറ്റ് പരമാവധി സമയത്ത് അത് സക്സസ് ആവാറ് തന്നെ ഉണ്ട്. ചില സമയത്ത് ചില ട്രിക്കി ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പം അത് കയ്യിൽ നിന്ന് വഴുതി പോവാറുമുണ്ട്. ചിലപ്പോൾ അധികം അടുത്തടുത്ത രാഗങ്ങളുടെ മിക്സസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ചിലപ്പം അത് കയ്യിൽ നിന്ന് പോകാറുണ്ട്. എനിവേസ്, ഞാൻ രാഗദേശിനെ കുറിച്ച് പറയാം. ഇങ്ങനെ ഓരോ രാഗം എനിക്ക് എത്രത്തോളം അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും വാക്കിലെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഞാൻ ട്രൈ ചെയ്യാം കേട്ടോ. താല്പര്യമുള്ള ആൾക്കാർ ഉണ്ടാവും. ഓക്കെ. കാരണം പല ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഞാൻ ഇന്ന രാഗം ഐഡൻറ്റിഫൈ ചെയ്യുമ്പം നിങ്ങളിത് എങ്ങനെയാണ്, എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്തത്, ഏത് സ്വരാസ് വെച്ചിട്ട്? നമ്മൾ നോട്ട് വിത്ത് സ്വരാസ് ബട്ട് ഐ ഐഡൻറ്റിഫൈ വിത്ത് ഇറ്റ്സ് ഫീൽ. ദെൻ സഡൻലി ദേ വണ്ടർ, ഓ ഹൗ, അതെങ്ങനെയാണത് ആ ഒരു ടെക്നിക്ക് എന്ന്. ഇപ്പം നമ്മൾ ഈ ആർട്ടിസ്റ്റുകളോടൊക്കെ ക്യാരക്ടർ ആവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആ ഒരു മെത്തേഡ് ചിലവർക്ക് അത് അത്ര കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചിലപ്പോൾ വേർഡ്സിൽ പറ്റിയെന്ന് വരില്ല. ഇൻ ദ സെയിം വേ രാഗാസ് ഞാൻ ഐഡൻറ്റിഫൈ ഞാൻ വെറുതെ ഒരു നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ വരികയാണ്. സോ ഞാൻ വന്ദേ മാതരം നമ്മുടെ ചാനലിൽ പാടിയിട്ടിരുന്നു. അത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഒത്തിരി കമൻസ് ഒക്കെ വന്നിരുന്നു. സോ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ആൻഡ് എൻ്റെ അടുത്ത് ഒരു പാട്ട് സാർ പറഞ്ഞൊരു കാര്യമാണ്, അതായത് ചില രാഗങ്ങൾ എനിക്ക് നന്നായിട്ട് സ്യൂട്ട് ആവുന്നുണ്ട് എൻ്റെ വോയിസിന്. അതിൽ ഞാൻ കുറച്ച് എക്സ്പ്ലോർ ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞു. അതിലൊരു രാഗമാണ് ദേശ്. സോ വന്ദേ മാതരം ദേശ് രാഗത്തിലുള്ളതാണ് ഞാൻ പാടിയിട്ടിരിക്കുന്നത്. मन तेरा जो राग है मोहे समझ ना पाए, पास है जो सब छोड़ कर दूर को पास बुलाए, जिया लागे ना तुम बिन मोरा, जिया लागे ना तुम बिन मोरा, जिया लागे ना तुम बिन मोरा, ഇതാണ് ആ ഒരു ഭാവം. എല്ലാവരും ദയവേത് ക്ഷമിക്കുക. എനിക്ക് ഭയങ്കര ചുമ പിടിച്ച് ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല. കണ്ടിന്യൂസ് കുത്തി അങ്ങനെ ഇരിക്കുമ്പോൾ വല്ലാത്ത ചുമയാണ്. എൻ്റെ വോയിസ് ഭയങ്കര ടയേർഡാണ്. ഞാൻ പാടരുതാത്തതാണ്. ബട്ട് സ്റ്റിൽ ഐ ആം എക്സൈറ്റഡ് ടു ടോക്ക് അബൌട്ട് ദേശ് രാഗ. ആൻഡ് ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കലി വന്നതാണ്. പ്ലീസ് പാടൻ പ്ലീസ് എക്സ്ക്യൂസ് മീ. ഓക്കെ, മൈ ടയേർഡ് വോയിസ് ആൻഡ് സിംഗിങ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ആ ഒരു ദേശ് എന്ന് പറയുമ്പോഴത്തേനും എനിക്ക് ഫീൽ ആയിട്ടുള്ളത്, എനിക്ക് ഓരോരുത്തർക്കും ഇങ്ങനെയാണോ ഫീൽ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് ഫീൽ ആയിട്ടുള്ളത് ആരോ നമ്മുടെ ചങ്കിനോട് അടുത്ത ഒരാൾ ഇങ്ങനെ നമ്മളെ വിട്ട് അകന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അവരോട് അത്രമേൽ സ്നേഹത്തോടെയും കരുണയോടെയും വിളിക്കുകയാണ്, പോലെ നീ വാ, നീ എനിക്ക് അത്ര പ്രിയപ്പെട്ടതാന്ന് പറഞ്ഞ് കെഞ്ചി അത്രയും സ്നേഹത്തോടെയും കരുണയോടുള്ള ഒരു സ്നേഹത്തോടെ നീ പോലേന്ന് പറഞ്ഞ് വിളിക്കുന്ന ആ ഒരു ഫീലാണ് ദേശം എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത്. ഒരു കരുണം, ബേസിക്കായിട്ട് കരുണം, ദാറ്റ് കൈൻഡ്നെസ് വിത്ത് ഇമ്മൻസ് ലവ്. കൈൻഡ്നെസ് വിത്ത് ഇമ്മൻസ് ലവ് ഈസ് ദേശ് രാഗ ഫോർ മീ.
എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. പ്ലീസ് കമൻറ്റ്, നിങ്ങൾക്ക് ഓരോ രാഗം എന്തൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്. എസ്പെഷ്യലി ദേശിനെ കുറിച്ച് കമൻറ്റ് ചെയ്യുക, ദേശിനെ കുറിച്ച് കൂടുതൽ പറയുക. എന്തോ അങ്ങനെ രാഗം അറിയത്തില്ലെങ്കിലും ഇങ്ങനത്തെ പാട്ടുകൾ ഈ ഇവിടെ വന്ദേ മാതരം ദേശരാഗത്തിലാണല്ലോ പോപ്പുലർ ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ളൊരു ഫീലാണ് നിങ്ങൾക്കത് വരുന്നതെന്ന് നിങ്ങൾ പറയാം. അപ്പം എനിക്കിതാണ് ദേശീസ്, എനിക്ക് ഭയങ്കര ഒരു അൾട്ടിമേറ്റ് ആ ഒരു കരുണഭാവം വിത്ത് ദാറ്റ് ഇമ്മൻസ് ലവ് ആണ് ദേശ്. കണ്ടില്ലേ, ഇങ്ങനെ വിട്ടുപോവാണ്. പക്ഷെ നീ പോലേന്ന് കരുണയോടെ ആർദ്രമായ സ്നേഹത്തോടു കൂടി ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു ഭാവത്തോടു കൂടി വിളിക്കാൻ പറ്റുന്ന രാഗമാണ് ദേശം എന്ന് പറയുന്നത്. മ്യൂസിക് കമ്പോസേഴ്സൊക്കെ അങ്ങനത്തെ വരികളൊക്കെ കിട്ടുമ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കാം ട്രിക്കി ആയിട്ട് ഈ രാഗമൊക്കെ അവിടെ സ്പെസിഫിക് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, ഞാനല്ല, ഈ ഒരു ഫീൽ ഇട്ടിട്ടുള്ള പരിപാടിയാണ് കൂടുതലും. അതിൽ കൂടുതലുള്ള ടെക്നിക്കെല്ലാം പഠിച്ചു വരുന്നതേ ഉള്ളൂ. സോ ഞാൻ ഗ്രേറ്റ്ഫുൾ ഫോർ സേയിങ് 2 words about this ദേശ് രാഗ. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു രാഗമാണ്. ഇഷ്ടമുള്ള രാഗങ്ങളിൽ ഒന്നാണ് ദേശ്. പിന്നെ എൻ്റെ സൗണ്ടിനും ഇപ്പം ഞാൻ പാടിയത്, പ്ലീസ് പാർഡൺ മീ, എൻ്റെ സൗണ്ടും പറ്റുന്നൊരു രാഗമാണ്. അത് ഞാൻ ഒത്തിരി എക്സ്പ്ലോർ ചെയ്യേണ്ടതായിട്ടുള്ളൊരു രാഗമാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു രാഗമാണ്. ഓക്കെ, എന്നെപ്പോലെയുള്ളവർക്കൊക്കെ കുറച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു ലേമാൻ്റെ ഒരു രാഗമാണ്. അയ്യോ, ഇനിയിപ്പോൾ അതിലൊക്കെ കോംപ്ലിക്കേറ്റഡ് സാധനങ്ങളുള്ളവർ അത് എടുത്തുകൊണ്ട് വരരുത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു പാവം പിടിച്ച് സിമ്പിളായിട്ടുള്ള ഒരു സിമ്പിൾസിറ്റിയാണ് ഉള്ള ഒരു രാഗമാണ്. എല്ലാ രാഗവും സിമ്പിളായിട്ടും കോംപ്ലിക്കേറ്റഡ് ആയിട്ടും പറയാൻ പറ്റുമായിരിക്കും. പക്ഷെ എന്നാലും എനിക്ക് സിമ്പിളായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാനതങ്ങനെ പറഞ്ഞതാണ്. ഇത്രയൊക്കെ ഉള്ളൂ അല്ലേ. നമ്മൾ ദേശിനെ കുറിച്ച് പറഞ്ഞു ഇനി അതിനെ ഒരു വലിയ സംഭവമാക്കണ്ട. വളരെ സിമ്പിളായിട്ടുള്ളൊരു സാധനത്തിന് വളരെ സിമ്പിളായിട്ട് എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സെഗ്മെൻറ്റ് ചെയ്യാം. ഇങ്ങനത്തെ രാഗങ്ങളെക്കുറിച്ച് എനിക്കറിയാവുന്നതും എനിക്ക് തോന്നുന്നതുമായിട്ടുള്ള ഫീൽ എക്സ്പ്രസ് ചെയ്യാം അല്ലേ. ഇതിന് മുന്നേ നമ്മൾ ആക്ച്വലി ഒരു ലൈവ് സെഗ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഏത് രാഗയെക്കുറിച്ചാണ് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. സോ അതുമായിട്ട് ചേർത്ത് വെക്കാം ഈ ഒരു വീഡിയോ. അതൊരു ലൈവായിരുന്നു ഞാൻ ചെയ്തത്. ലൈവായിട്ട് കുറച്ച് പാട്ടുകളൊക്കെ പാടി നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി 1 വർഷം മുന്നേ. സോ അതിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടി ഇരിക്കട്ടെ. ഇത് വളരെ റാൻഡം ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. ഞാൻ ദേശിനെ കുറിച്ച് ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോൾ പെട്ടെന്ന് എനിക്കിപ്പോൾ പുറത്ത് പോകാനായിട്ട് ഞാൻ നിൽക്കുവാണ്, റെഡി ആവാനായിട്ട് പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് മുന്നേ വേഗം ജൽദി ഞാൻ ഈ വീഡിയോ അങ്ങ് എടുത്തിടുകയാണ്. അത്രേ ഉള്ളൂ. ബൈ.